അത് നീ നിന്റെ ഷെൽഫിലെങ്ങാൻ വെച്ചപ്പാ. ഇവളത് പിന്നെ ഒരു 19 പവനുള്ളതുകൊണ്ട് ഞാൻ സേഫായിട്ട് എൻ്റെ ഷെൽഫിൽ വെച്ചതാണ്. നീ അത് ആടെയൊന്നും വെച്ചോ, ഇവിടെ കള്ളന്മാരൊന്നുമില്ല, ആടെയെങ്കിലും വെച്ചോ. കല്യാണത്തിന് താലിപ്പന്തലിൽ ഇറങ്ങുമ്പോൾ ഞാനങ്ങ് ചൂളിപ്പോയി. പെണ്ണ് കാണാൻ പോയാലും ഒന്നും വേണ്ടാന്ന് നമ്മൾ പറഞ്ഞു. എന്നാലും നിന്റെ അച്ഛനും അമ്മ ഇങ്ങനെ ആയിക്കൊന്നും വിചാരിച്ചിട്ടില്ല. ഹലോ അമ്മേ, ഒന്നുമില്ലമ്മേ, ഞങ്ങൾക്കറിയുന്നില്ല. അതമ്മേ, ഇവിടുത്തെ അമ്മയുണ്ടല്ലോ, പെണ്ണ് കാണാൻ വരുമ്പോൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലെങ്കിലും ഇവിടെ വന്നിട്ട് അമ്മ ഒരു കളിയാക്കുന്ന പോലെ പറയുന്നമ്മേ. ഏച്ചി 19 പവനെല്ലാം കൊടുത്തിന് പോലും ഞാനൊന്നും കൊടുക്കായിട്ട് അമ്മ പറയുന്നു. ഏച്ചീൻ്റെ 80 പവനില്ലോണ്ട് അമ്മ വാങ്ങി ഷെൽഫിൽ വെച്ചിന്. എൻ്റെ 7 പവനില്ലോണ്ട് അമ്മ എവിടെയെങ്കിലും വെച്ചോന്നാ പറഞ്ഞിന്. ഏച്ചി എത്ര പവൻ ശരിക്കും കൊണ്ടുവന്നിനി? 80 പവന്. അതെ, 30 പവനെ സ്വർണ്ണുള്ളൂ. ബാക്കി മുക്കുവേണ്ട. ആണേ, അതെല്ലാം മുക്കാണ്. മുക്കാതല്ലോ, ഇതെല്ലാം അമ്മ അറിഞ്ഞാ നീ എന്നാ ചെയ്യാ? ദൈവേ, എന്തിനാ മോളെ വിളിച്ചേ? അയാള് ഞാൻ പിന്നെ പറയാമേ. എന്നാലും എന്നാന്ന് ഒന്നുമില്ലപ്പാ. ഫോണിന്റെ കുറ്റിക്കല്ലേ ഉറ്റു. നല്ല വന്നില്ല. അതെന്നെ നീ പറഞ്ഞാ ശരി. ഇന്നത്തെ കാലത്ത് സ്വർണ്ണമൊന്നും എടുക്കാണ്ട് ഒരു വീട്ടിൽ പോയിട്ട് ഒരു കാര്യമില്ല, പ്രത്യേകിച്ച് ഇപ്പൊ. ഞാനല്ല, എന്റെ വീട്ടുകാരെ തന്നെയാണ്. എന്തായാലും നീ അറിഞ്ഞിട്ടുണ്ടാവൂലേ? ഞാൻ അറിഞ്ഞിട്ടില്ല, അവര് പറയുമ്പോ ഞാൻ കേട്ടിയാണ്. അതേതായാലും നന്നായി. അതുകൊണ്ട് നിനക്കിവിടെ നല്ല ആളാൻ പറ്റി. അഥവാ ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടേ നിന്റെ കാര്യം ഗോവിന്ദ. അമ്മേനോട് പറയല്ല, ആലോചിക്കാം.